അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നേ ഞാൻ അവളെ ഹരിയുടെ മുൻപിലേക്ക്. അതെ സുജാതെ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ. ഇതുവരെ ഈ നിമിഷം വരെ എല്ലാവരുടെയും ഉള്ളിൽ സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാ ശരി ഏതാ തെറ്റെന്ന്. പക്ഷെ ഇനി ആ സംശയമില്ല. സുജാതെ അവരൊരുമിച്ചേ പറ്റൂ. ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ കണ്ട സ്വപ്ന. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വിട്ടുകൊടുത്തതും അല്ലാണ്ട് അവനിതുവരെ ഒന്നും നേടിയിട്ടില്ല. ഇതെങ്കിലും എനിക്ക് അവന് നേടിക്കൊടുക്കണം. അതെ സുജാത ഒന്ന് നിത്യയോട് സംസാരിക്കണം. വേണം രാമകൃഷ്ണേട്ടാ, ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാ, എന്തൊക്കെ പറഞ്ഞവളെ നിഷേധിച്ചാലും അവൾക്ക് ഹരിയെ മറക്കാനൊന്നും പറ്റില്ല. എന്റെ കുട്ടി ഉള്ളിന്റെ ഉള്ളിൽ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. സുജാതെ, പക്ഷേ അതെ വീണയുടെ കാര്യം പ്രശ്നമാ. ടീച്ചറിനെ ഹരിയുടെ കല്യാണം നടക്കുമെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരെ അവള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സുജാതെ, എനിക്ക് അതിന് പോലും കള്ളം പറയേണ്ടി വന്നു. ഒരു കാര്യം ഞാൻ പറയാം സുജാതെ, ഒരു നിമിഷം പോലും നമ്മുടെ കയ്യിലില്ല. ഇന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കണം കേട്ടോ. ഞാനിപ്പോ തന്നെ അവളോട് സംസാരിക്കാം. ഇതിലും നല്ലൊരവസരം വേറെ ഇല്ലല്ലോ. ഞാനിപ്പോ വരാം. ദൈവമേ, ഇനിയൊരു പരീക്ഷണത്തിന് ഇടവരുത്തരുത്. സങ്കടങ്ങൾ പെയ്തിറങ്ങിയ രാത്രിയിൽ എന്നെ സാന്ത്വനിപ്പിച്ച നിത്യയുടെ അക്ഷരങ്ങളായതില്. കൺമുന്നിലൂടെ 1000 പെൺകുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരാളോട് പോലും മനസ്സിൽ പ്രണയം തോന്നിയിട്ടില്ല. ആദ്യമായും അവസാനമായും തോന്നിയത് നിത്യയോടാ. ഭൂമിയിൽ ഒരാൾക്കും ഞാൻ പകർത്തു കൊടുക്കാത്ത ആ സ്നേഹം തനിക്ക് വേണ്ടി മാത്രം ഞാൻ കരുതി വെച്ചതാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
അറിയത്തില്ലേ നിനക്ക്? അമ്മേ, അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നത്? അമ്മേ, ഹരിയുടെ വരികളും വാക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അമ്മയുടെ മോനിനെ ദ്രോഹിച്ച ഓരോ രാത്രികളിലും ആ വരികളൊക്കെ ഞാൻ വായിക്കായിരുന്നു. മുറിവിലും മരുന്ന് വെക്കുന്ന സുഖത്തില് അതൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഹരി എന്നെ പ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മാത്രമാണ് ഞാൻ അറിഞ്ഞ. അമ്മ ഹരിയോട് പറയട്ടെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന്? വേണ്ട. എനിക്ക് സമ്മതമല്ല. ഇതെന്താ അമ്മേ, കുട്ടിക്കളിയാണോ? ഹരിയുടെ വീട്ടില്, ഹരി കിടക്കുന്ന അതേ വീട്ടില് വീണയുണ്ട്. കല്യാണിയുടെ അമ്മ. ആ സ്ഥാനം ഞാൻ എങ്ങനെ തട്ടിപ്പറിക്കും? അത് മാത്രല്ല, ഞാൻ കേട്ട ജീവന്റെ ശബ്ദം, ഞാൻ കണ്ട ജീവന്റെ മുഖം. അമ്മ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അതെന്റെ ഉള്ളിലുണ്ടാവും അമ്മേ. ഒരു കാര്യം സത്യമാണമ്മേ, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോയെന്നറിയാതെ ജീവിക്കുന്ന പെണ്ണാ ഞാൻ. താലി കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഹരി. ഞങ്ങൾ തമ്മിൽ കൂടിച്ചേരലില്ല, ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. മോളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അളവും നീ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ മോള് ഇതിന് സമ്മതിക്കണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കും. അയ്യോ അയ്യോ അമ്മേ, അമ്മ എന്തീ കാണിക്കുന്ന? ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല. ഈ വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ
ആദി, നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. ടീച്ചർ ഇതുവരെ കല്യാണം നമുക്ക് അങ്ങനെ ചെയ്താലോ? ശരി, അമ്മേന്റെയും ഹരിയങ്ങളുടെയും കല്യാണം നടക്കാൻ ഞാൻ എന്തിനു റെഡിയാ. ഭൂമിയിൽ ഒരാൾക്കും ഞാൻ പകർത്തു കൊടുക്കാത്ത ആ സ്നേഹം തനിക്ക് വേണ്ടി മാത്രം ഞാൻ കരുതി വെച്ചതാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ കാല് പിടിക്കും. അയ്യോ അയ്യോ അമ്മേ, ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല. ഈ വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ. അയ്യോ എടാ മക്കളെ, ആദി, അരുത്. ഒന്നും ചെയ്യാൻ മുടിയാതെ എന്റെ മോനെ പറയുന്നത് കേൾക്ക്. ആദി, അമ്മ പറഞ്ഞ കേള്. ആദി, എടാ മക്കളെ, ആദി വാ, താഴെ വാ. ആദി, ഏയ് ചെയ്യக்கூடாது. അവിടെ നിൽക്കില്ലേ? പറയുന്നത് കേൾക്ക്. മോളെ, சொல்றது കേള്. താഴേക്ക് വാ. താഴെ ഇറങ്ങ്. മോളെ, അവനെ വിളിച്ച് ഇറങ്ങി വാ. സീക്കിരം വാ, അത് കൊളന്നുകള്. ഇറങ്ങി വാ. എന്താ അമ്മേ? അമ്മേ, ഡോർ ലോക്ക് ചെയ്തിട്ട് പിള്ളേർ അവിടെ കയറി നിൽക്കുക. ആദ്യം മോനെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? താഴെ ഇറങ്ങ്. ആദി, മോനെ ചാടല്ലേ. അങ്ങോട്ട് വരാം. വരണ്ട. ഇങ്ങോട്ടാരെങ്കിലും കേറി വന്നാലേ ഞാനും കല്യാണം താഴ്ചാടും. അയ്യോ അപ്പടിയൊന്നും ചെയ്യக்கூடாது. അയ്യോ മോനെ, മോനെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ടീച്ചറോട് ഞങ്ങൾ എന്തോരം പറഞ്ഞു അച്ഛനുമായിട്ടുള്ള കല്യാണത്തിൽ സമ്മതിക്കാൻ. ടീച്ചർ കേട്ടില്ലല്ലോ. അയ്യോ, ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി ചാവാൻ പോവാ. അയ്യോ മോനെ ചാടല്ലേ. അമ്മ മക്കളോടൊന്നും പറയമ്മേ, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. മക്കളെ, ഹരി, ഒന്ന് പറ ഹരി. നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കല്ലേ. അച്ഛൻ അങ്ങോട്ട് കയറി വരാം. വേണ്ട, ആരിങ്ങോട്ട് കേറി വന്നാലും ഞങ്ങൾ ചാടും. സത്യം പറയണേ. അമ്മാവ, വേണ്ട. അമ്മ കല്യാണത്തിൽ സമ്മതിക്കാതെ ഞങ്ങൾ ഇറങ്ങില്ല. അമ്മേ, ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം പിള്ളേരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. അവർ കരുതി കൂട്ടിയായി ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന്. അമ്മാവ അവരോടൊന്ന് പറ. അവരെ ഒന്ന് വിളിച്ചെടുക്ക അമ്മാവ. കല്യാണിക്കുട്ടി വാ മോളെ. ശരവണ,
ഒന്ന് ചെല്ല്. എപ്പോഴും വേണം അവർ സ്വന്തം കേൾക്കാൻ വേട്ടെ. അമ്മ സമ്മതിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അവൾ കാണാൻ പോവാ. അവരോട് മറുപടി പറയേണ്ടത് നീയാ. അവരുടെ കണ്ണിൽ പുകയിടാനെങ്കിലും കല്യാണം നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ മക്കള് സമ്മതിക്ക് ടീച്ചറെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ. ആമാ ചേച്ചി സമ്മതാണെന്നൊന്ന് പറ ഹരിയേട്ടാ, ഒന്ന് പറ ഹരിയേട്ടാ. അമ്മ സമ്മതിക്കണ്ടോ ഇല്ലയോ? കല്യാണി വാ. അങ്ങനെ ചെയ്യக்கூടാது. ഏയ്, ചെയ്യരുത്. സമ്മതിച്ചു. നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു. ഒന്ന് ഇറങ്ങി വാ. ടീച്ചർ വാക്ക് മാറ്റില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. വാ. ശരവണ വേഗം ചെല്ല്. ആമാ ഈശ്വര, ഞാനീ പറയുന്നതും ചെയ്യാൻ പോകുന്നതൊക്കെ മക്കൾക്ക് വേണ്ടി മാത്രാണ്. പക്ഷെ ഒരു ഭാര്യയായിട്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നോട് പറയരുത്. അമ്മേ. അച്ഛാ. ഞങ്ങൾക്ക് സന്തോഷായി അച്ഛാ, ഒരുപാട് സന്തോഷായി. ഇനി ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ആയല്ലോ. മക്കളെ, ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെ ആഗ്രഹങ്ങളെയും നടക്കുന്നത് അല്ലേ സുജാതെ? ഇനിയെല്ലാം ഭഗവാന്റെ കയ്യിലെ രാമകൃഷ്ണേട്ടാ. ആ, എന്താടാ നിനക്ക് അവളോട്? അല്ലെങ്കിൽ എന്താ അവൾക്ക് നിന്നോട്? ഞാനൊരു മൂത്തേശം നിലയ്ക്ക് അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെന്നെ കാണുന്ന അങ്ങനല്ല. കണക്കുകളൊന്നും ഇനി ബാക്കി വയ്ക്കാൻ പാടില്ല. എന്നെ കൊല്ലാൻ നോക്കിയാളവള്. എന്നെ ചതിച്ചിട്ട്
മറ്റൊരുത്തരോടെ കിടന്നവളാണ് അങ്ങനൊന്നുമില്ല. ഇവളുടെ കഴുത്തില് ഇനി എന്റെ താലി വേണ്ട.